ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ സീരീസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 1960/2020 കോഡ് നമ്പറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർന്നിട്ടില്ല, ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ഉള്ള കാരണമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ മുൻപത്തെ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം, ഓൾ അഗ്രികൾച്ചറൽ ലോൺസ് ആർ treated as fully secured as the same are dispersed against. അതായത് അഗ്രികൾച്ചറൽ ലോൺസ് സെക്യൂർഡ് ആയിട്ടും അൺസെക്യൂർഡ് ആയിട്ടും എടുക്കാട്ടോ. അപ്പോൾ ഈ ഫുള്ളി സെക്യൂർഡ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, എന്ത് കൊടുക്കണം എന്നാണ്. സെക്യൂരിറ്റി ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്പ് ആണോ, ചാർജ് ഓൺ ലാൻഡ് ആണോ, പേഴ്സണൽ ഷുവർട്ടി ആണോ, നൺ ഓഫ് ദി എബവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫുള്ളി സെക്യൂർഡ് ആകുമ്പോൾ തന്നെ ആ ഒരു വാക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫുള്ളി സെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ ചാർജ് ഓൺ ലാൻഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ചാർജ് ഓൺ ലാൻഡ് ആയിട്ടാണ് ഇവിടെ ആൻസർ മനസ്സിലാക്കേണ്ടത്. ഓൾ അഗ്രികൾച്ചറൽ ലോൺസ് ആർ ട്രീറ്റഡ് ആസ് ഫുള്ളി സെക്യൂർഡ് ആസ് ദ സെയിം ആർ ഡിസ്പേഴ്സ്ഡ് അഗെയിൻസ്റ്റ് ചാർജ് ഓൺ ലാൻഡ് ആണെങ്കിൽ ഫുള്ളി ഡിസ്പേഴ്സ്ഡ് ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലോസ് അസറ്റ്. ലോസ് അസറ്റിന് ബാധകമല്ലാത്തത് ഏത്? ഡിഗ്രി ഹാസ് ബീൻ ടൈം ബൈവേഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഉത്തരവ് സമയബന്ധിതമായി തടഞ്ഞു വയ്ക്കുക, പിന്നെ ഡോക്യുമെൻറ്റ്സ് ലോസ്റ്റ് ആവുക, ബോറോവർ ലെഫ്റ്റ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏരിയയിൽ നിന്ന് ബോറോവർ പോവുകയാണ്, വേറെ അബൌട്ട്സ് ഒന്നും അറിയില്ല ബോറോവറുടെ, ഗസ്റ്റേഷൻ പീരിയഡ് ഈസ് ഓവർ ആവുക. അപ്പോൾ ഏത് കേസിലാണ് ലോസ് അസറ്റ് ആപ്ലിക്കബിൾ ആവാതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ലോസ് അസറ്റ് ആപ്ലിക്കബിൾ ആവാത്ത കേസ് ചോദിക്കുകയാണെങ്കിൽ അയാൾ ഡിഫോൾട്ട് വരുത്തുമ്പോഴാണല്ലോ ഒരു അസറ്റ് ലോസ് അസറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ NPA ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പോയിന്റുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ലോസ് അസറ്റായി പരിഗണിക്കുമ്പം ഇതിൽ ആൻസറായിട്ട് പറയുന്നത് ജസ്റ്റേഷൻ പീരിയഡ് ഈസ് ഓവർ എന്നാണ്. ബാക്കിയൊന്നും എന്തില്ല, ലോസ് അസറ്റായിട്ട് നോട്ട് ആപ്ലിക്കബിൾ ആയത് ഇതാണ് കേട്ടോ. ഓപ്ഷൻ D ആണ് പറയണത്. അതായത് ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ CSEB ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അബ്സ്കോണ്ട് ആവുക, ബോറോവർ അബ്സ്കോണ്ട് ആയാൽ അത് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ കീ ഉണ്ടായിരുന്നു. അപ്പോൾ ബോറോവർ അബ്സ്കോണ്ടർ അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. ബോറോവറെ കാണാതായി കഴിഞ്ഞാൽ ഇത് ലോസ് അസറ്റിന് ആപ്ലിക്കബിലിറ്റി നഷ്ടപ്പെടുമെന്ന്. അങ്ങനെയില്ല. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ബോറോവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പറയണത് ഓപ്ഷൻ D ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് ഡാഷ് റെക്കമെൻഡഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രുഡൻഷ്യൽ നോംസ് ഇൻക്ലൂഡിങ് CRAR ടു PACS. അത് ഏത് കമ്മിറ്റിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഡൻഷ്യൽ നോംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നരസിംഹം കമ്മിറ്റീനെ എഴുതാനുള്ള സാധ്യതയുണ്ട് അല്ലേ. രാകേഷ് മോഹൻ കമ്മിറ്റിയാണോ, നരസിംഹം കമ്മിറ്റിയാണോ, ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, വ്യാസ് കമ്മിറ്റിയാണോ എന്നാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് കേട്ടോ. അതായത് പ്രൊഡൻഷ്യൽ നോംസ് CRAR ഇൻക്ലൂഡിങ് CRARഉം PACSനും കൂടി ബാധകമാകണം എന്ന് പറഞ്ഞത് ആരാണ്? PACSനും PACSന് ഇതൊന്നും വേണ്ട എന്നല്ല, PACSനും ഇതൊക്കെ ബാധകമാവണം എന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ PACSുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കണ്ടീഷൻസ് പറഞ്ഞ കമ്മിറ്റി ഏതാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം മാത്രമേ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. വൈദ്യനാഥൻ കമ്മിറ്റിയാണ് ഈ ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഇത് ഹെഡിൻ്റെ കീഴിലുള്ള കമ്മിറ്റി ഏതാണ്? വൈദ്യനാഥൻ കമ്മിറ്റിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വൈദ്യനാഥൻ കമ്മിറ്റീനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 2004, പിന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 2005. അപ്പോൾ 2004-2005 കാലഘട്ടത്തിലാണ് ഈ ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാഡ് സെറ്റപ്പ് എ ടാസ്ക് ഫോഴ്സ് ഇൻ ഓഗസ്റ്റ് 2004 ടു സജസ്റ്റ് ആൻ ആക്ഷൻ പ്ലാൻ ഫോർ റിവൈവിങ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് വൈദ്യനാഥൻ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇംപ്ലിമെൻറ്റബിൾ ആക്ഷൻ പ്ലാൻ ഫോർ റിവൈവിങ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ
കൺട്രിയിൽ അപ്ലിക്കബിൾ ആവാൻ എന്തെല്ലാം ആക്ഷൻ പ്ലാൻ വേണം എന്നൊക്കെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു റിവൈവൽ പാക്കേജും കൊടുക്കുന്നുണ്ട്. ഷോർട്ട് ടേം ആയിട്ടുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈദ്യനാഥൻ കമ്മിറ്റി ഒരു അതായത് റിവൈവൽ പാക്കേജ് ഫോർ STCCS കൊടുത്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാലും എന്താണ്, ഈ കമ്മിറ്റി തന്നെയാണ് കേട്ടോ. ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ബാക്കി കമ്മിറ്റികൾ രാകേഷ് മോഹൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാകേഷ് മോഹനാണ് ഫസ്റ്റത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ രാകേഷ് മോഹൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് RBI സെറ്റപ്പ് ചെയ്ത് തന്നെയാണ്. ഈ 2004 കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ അത് റിവ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ദ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് റോഡും റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് രാകേഷ് മോഹൻ കമ്മിറ്റി. അപ്പോൾ അത് നമ്മുടെ ഒരു കോപ്പറേറ്റീവ് സെക്ടറുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ നരസിംഹം കമ്മിറ്റി നമുക്ക് അറിയാവുന്ന കമ്മിറ്റി തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരുപാട് മേജറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അതുമൂലമാണ് വന്നതെന്ന് പറയാം. പിന്നെ വ്യാസ് കമ്മിറ്റീനെ പറയുന്നുണ്ട്. വ്യാസ് കമ്മിറ്റി മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് തന്നെയാണ് വ്യാസ് കമ്മിറ്റി. അതും 2004 ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വ്യാസ് കമ്മിറ്റി കേട്ടോ. അപ്പോൾ ഈ 2004 വ്യാസ് കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത്, റീസ്ട്രക്ചർ ചെയ്യാൻ RRBസിനെ 2 ഘട്ടങ്ങളിലായിട്ട് RRBസിൻ്റെ എണ്ണമൊക്കെ കുറച്ച് ഫസ്റ്റ് സ്റ്റേജിൽ അമാൽഗമേറ്റ് ചെയ്യണം. അമാൽഗമേഷൻ ഷുഡ് ബി ഡൺ ഓഫ് ഓൾ RRBs ഓഫ് സ്പോൺസർ ബാങ്ക്സ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് സിംഗിൾ യൂണിറ്റ്. അതായത് ഒരുപാട് RRBകളുടെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട് ഇങ്ങനെ കമ്മിറ്റികളുടെ ശുപാർശ പ്രകാരം. അപ്പം എന്നാൽ മാത്രമേ ഇത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. ചെതറിക്കിടക്കുന്നതിനെയൊക്കെ കുറച്ച് ബിഗ്ഗർ ബാങ്ക്സിനെയൊക്കെ റീയൂണിയൻ ചെയ്തിട്ട് നല്ല ശക്തരായ ബാങ്കുകളാക്കാം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാസ് കമ്മിറ്റിയുടെ ഒരു പ്രധാന ശുപാർശ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ കൺസോളിഡേഷൻ വന്നതും ഈ ഒരു വ്യാസ് കമ്മിറ്റിയുടെ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് എന്നാണ് വ്യാസ് കമ്മിറ്റി. 2004 ആണ് വർഷം വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ 4 കമ്മിറ്റികളും ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. അടുത്ത ചോദ്യം, അപ്പോൾ ഇത് ആൻസർ നമ്മൾ ടാസ്ക് ഫോഴ്സാണ് കേട്ടോ, വൈദ്യനാഥൻ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് ഫ്രം ബാങ്ക്സ്. ഏത് റേറ്റാണ് RBI ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് ഏതാണ്? റിവേഴ്സ് റിപ്പോ ആണ് ഉത്തരമായിട്ട് വരിക. റിവേഴ്സ് റിപ്പോയിലാണ് എന്ത് ചെയ്യുന്നത്? ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അവർക്ക് എന്തുണ്ട്, അവർക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ധാരാളം ഫണ്ടുകളുണ്ട്. ഇപ്പോൾ എക്സസ് ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സസ് ഫണ്ട് ഉണ്ട് വെച്ചിട്ട് അവർക്ക് എക്സസ് ആയിട്ട് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ആവശ്യമുള്ളപ്പോൾ അവർക്ക് ഫണ്ട് അവൈലബിൾ ആവണം, അല്ലെങ്കിൽ അവർ നിലനിൽപ്പ് പ്രശ്നത്തിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസ് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള എക്സസ് ഫണ്ടുകൾ അവരെവിടെ നിക്ഷേപിക്കും? RBIയിൽ നിക്ഷേപിക്കും. RBI നിക്ഷേപിക്കുന്നതിന് RBI അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിക്കുന്നതാണ് എന്ത്? റിവേഴ്സ് റിപ്പോ. അങ്ങനെ കൊടുക്കുന്നതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI കടം വാങ്ങുക മണി ഫ്രം ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. അവരുടെ കയ്യിലുള്ള കാരണം മേടിക്കുകയാണ്. അപ്പോൾ ഇതാണ് RRR എന്നറിയപ്പെടുന്ന റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയാം കേട്ടോ. അത് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ബൈ RBI ഫോർ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതൊരു ഡെയിലി ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. RRൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡെയിലി ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് ആൻഡ് കൺട്രോൾ ഇൻഫ്ലേഷൻ. മാർക്കറ്റിൽ ലിക്വിഡിറ്റീനെ കൺട്രോൾ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുമുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളിലൊന്നാണ് അപ്പോൾ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റിപ്പോ റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോ റേറ്റ് എന്താണ്? RBI കൊടുക്കുകയാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന് ഷോർട്ടേജ് വരുമ്പം RBI കൊടുക്കുന്നു. ആർക്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിന്. എന്തിനെതിരെയാണ് കൊടുക്കുന്നത്? വെറുതെ കൊടുക്കില്ല കേട്ടോ. എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് എതിരെയാണ് അവർ റിപ്പോ റേറ്റ് ഫണ്ട് കൊടുക്കുന്നത്. അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ്. RBIക്ക് കൊടുക്കണം അവരെ ഫണ്ടിനെതിരെ കേട്ടോ. ഇറ്റ് ഈസ് നോൺ ആസ് റീപർച്ചേസ് എഗ്രിമെൻറ്റ് റേറ്റ് എന്ന് പറയുന്നു. സെയിൽ ആൻഡ് റീപർച്ചേസ് എഗ്രിമെൻറ്റ് റേറ്റ് എന്നറിയപ്പെടുന്നതും RP റേറ്റ് എന്നറിയപ്പെടുന്നതും ഒക്കെ ഈ റിപ്പോ റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെഷേഴ്സാണ്. എന്തൊക്കെ മെഷേഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, RBIക്ക് പ്രധാനമായിട്ടുള്ള മെഷേഴ്സ് എന്താണ്? ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ടെക്നിക്കാണ്.
ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്കും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്ക് എന്ന് വെച്ചാൽ ജനറൽ മെത്തേഡുകളാണ്. അതിലുള്ളതാണ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, അതേപോലെ വാരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്നൊക്കെ പറയണത്. ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ബാങ്ക് റേറ്റ് പോളിസി, അതുപോലെ തന്നെ ഈ ഒരു റിപ്പോയും റിവേഴ്സ് റിപ്പോയും ഒക്കെ. പിന്നെ ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് എന്ത്, പ്രിസ്ക്രൈബ്ഡ് മാർജിൻ റിക്വയർമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യും, കൺസ്യൂമർ ക്രെഡിറ്റിന് റെഗുലേഷൻസ് കൊടുക്കും, റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, മോറൽ സ്വാഷൻ, ഡയറക്റ്റ് ആക്ഷൻ. ഇതൊക്കെ സെലക്റ്റീവ് കൺട്രോൾ മെത്തേഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ടെക്നിക്സ് ആണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റിലേറ്റഡ് ടു ഷോർട്ട് ടേം റിസോഴ്സസ് ആൻഡ് ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സ്. ഷോർട്ട് ടേം റിസോഴ്സസും ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടത് താഴെ ഏതാ? ക്വിക്ക് അസെറ്റ് റേഷ്യോ ആണോ, കറൻറ്റ് റേഷ്യോ ആണോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണോ, ഏതാണെന്നാണ് കേട്ടോ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അപ്പോൾ ഈ റേഷ്യോകൾ കറൻറ്റ് റേഷ്യോ ആണ് ഇവിടെ ഉത്തരം കേട്ടോ. കറൻറ്റ് റേഷ്യോ റിലേറ്റഡ് ടു ഷോർട്ട് ടേം റിസോഴ്സസ് ആൻഡ് ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സ് എന്നാണ് ഉത്തരം, കറൻറ്റ് റേഷ്യോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാ റേഷ്യോസും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ക്വിക്ക് അസെറ്റ് റേഷ്യോ എന്താണ്, കറൻറ്റ് റേഷ്യോ എന്താണ്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്താണ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു റേഷ്യോകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് സാധാരണയായിട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. ഓക്കെ, അപ്പോൾ റേഷ്യോ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ റേഷ്യോ അനാലിസിസിൽ കുറച്ച് ടൈപ്പുകളുണ്ട് കേട്ടോ. ഒന്നാമത്തെ പ്രധാനമായിട്ട് 4 ടൈപ്പുകൾ. ലിക്വിഡിറ്റി റേഷ്യോ ആണ് ഒന്നാമത്തെ. രണ്ടാമത്തെ സോൾവെൻസി റേഷ്യോ. അപ്പോൾ എന്തിനാണ് റേഷ്യോ അനാലിസിസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യാനാണ് അല്ലേ. അക്കൗണ്ടിങ് റേഷ്യോസ് വെച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യാനാണ് റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നത്. എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീൻസ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണ്. അപ്പോൾ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ലിക്വിഡിറ്റി റേഷ്യോ, രണ്ടാമത്തെ സോൾവെൻസി റേഷ്യോ, മൂന്നാമത്തെ ടേൺ ഓവർ അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസ്, നാലാമത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്നറിയപ്പെടും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് ഇപ്പോൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ചോദ്യത്തിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തൽക്കാലം പറയാം. ലിക്വിഡിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു ടെസ്റ്റ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ആൻ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കൺസേൺ. ഒരു സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് കറൻറ്റ് റേഷ്യോസും ലിക്വിഡ് റേഷ്യോസും ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോസും. ഏതൊക്കെയാണ്? കറൻറ്റ് റേഷ്യോസ്, ലിക്വിഡ് റേഷ്യോസ്, ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഇങ്ങനെ 3 തരത്തിലുള്ള റേഷ്യോകളാണ് ലിക്വിഡിറ്റി റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കറൻറ്റ് റേഷ്യോ എന്താണെന്ന് നോക്കാം. കറൻറ്റ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. കറൻറ്റ് റേഷ്യോ നോക്കണം. എന്താണ് കറൻറ്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കറൻറ്റ് റേഷ്യോ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും അറിയപ്പെടും. അപ്പോൾ എന്താണ് കറൻറ്റ് റേഷ്യോ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്. അത് മെഷർ ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ യുവർ ബിസിനസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഷോർട്ട് ടേം ലയബിലിറ്റീസ് വെൻ ദേ കം ഡ്യൂ. ഇതിനെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും വിളിക്കുന്നുണ്ട്. ഷോർട്ട് ടേം റിസോഴ്സസിനെയും ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സിനെയും കുറിച്ചിട്ടുള്ളതാണ് എന്ത്? കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം എബിലിറ്റി ഉണ്ടോ, മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങളുടെ ഫേമിനുണ്ടോ എന്ന് കൺസിഡർ ചെയ്യുന്നതാണ് ഈ കറൻറ്റ് റേഷ്യോ. അപ്പോൾ ഏത് തമ്മിലുള്ള ബന്ധമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്? ലയബിലിറ്റി, അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ. ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ് കേട്ടോ. എങ്ങനെ? ഷോർട്ട് ടേം റിസോഴ്സസും ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സും തമ്മിലുള്ള റേഷ്യോ എന്നും കൂടിയും പറയാം. അപ്പോൾ ഇതിനെ എന്ത് പറയുന്നു? റേഷ്യോ റിലേറ്റിംഗ് ടു ഷോർട്ട് ടേം റിസോഴ്സസ് ആൻഡ് ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സ്. അതൊരു പോയിന്റ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഇതിൻ്റെ ഐഡിയൽ കറണ്ട് റേഷ്യോ എത്രയാണ്? 2:1 ആണ് ഐഡിയൽ കറണ്ട് റേഷ്യോ. പിന്നെ പ്രധാനപ്പെട്ടതാണ്, ഇതിന് മറ്റൊരു പേരെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നാണ് കറണ്ട് റേഷ്യോ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓക്കെ, അപ്പോൾ കറണ്ട് റേഷ്യോ
പ്രധാനപ്പെട്ടാണ്. ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു. പിന്നെ ലിക്വിഡ് റേഷ്യോസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് കേട്ടോ. ലിക്വിഡ് റേഷ്യോസിന് അറിയപ്പെടുന്ന വിഭാഗമാണ്. അതൊരു റേഷ്യോ വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ടു ടെസ്റ്റ് എക്സാക്റ്റ് ലിക്വിഡ് പൊസിഷൻ അറിയാനാണ്. ഇപ്പോഴത്തെ അതായത് എക്സാക്റ്റ് ആയ ലിക്വിഡിറ്റി പൊസിഷൻ എൻറ്റിറ്റിയുടെ അറിയാനാണ് ലിക്വിഡ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് 2 പേരുകളുണ്ട്. ക്യുക്ക് റേഷ്യോ എന്നുണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എയും സിയും അതാണ് അല്ലേ. ക്യുക്ക് അസറ്റ് റേഷ്യോ അതുപോലെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. ഇത് രണ്ടും ലിക്വിഡ് റേഷ്യോസ് ആണ് കേട്ടോ. അപ്പോൾ ക്യുക്ക് അസറ്റ് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ഇതൊക്കെ എന്താണ്, ഒന്നാണ്. അതതിൻ്റെ ഐഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാലും 2:1 ആണ്. ഐഡിയൽ ലിക്വിഡ് റേഷ്യോ 2:1 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഷ്യോയുടെ റിലേഷൻ എന്ത് തമ്മിലാണ്? ലിക്വിഡ് റേഷ്യോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഒരു റിലേഷനാണ് അവിടെ പറയുന്നത്. മറ്റത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആയിരുന്നു. ഇവിടെ ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ബന്ധം. പിന്നെ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ അതിന് 3ാമത്തെ തരത്തിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ആ 3 റേഷ്യോസും നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന ഭാഗം 3 എണ്ണമാണുള്ളത് നമ്മൾ പറഞ്ഞു. കറണ്ട് റേഷ്യോസ് ഉണ്ട്, ലിക്വിഡ് റേഷ്യോസ് ഉണ്ട്, ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോസിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഐഡിയൽ റേഷ്യോ പറഞ്ഞു. ലിക്വിഡ് റേഷ്യോസിൻ്റെ കാര്യം 3 പേരുകളുണ്ട്. ക്യുക്ക് റേഷ്യോ എന്നുണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നുണ്ട്, ലിക്വിഡ് റേഷ്യോ എന്നുണ്ട്. അത് എക്സാക്റ്റ് ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഐഡിയലായത് 2:1 ആണ്. ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണ്? ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റിയും, അതായത് കണ്ടുപിടിക്കാൻ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, മറ്റത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ലിക്വിഡ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം അല്ലേ. കറണ്ട് അസറ്റ് പറഞ്ഞു, അതേപോലെ തന്നെ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞു. കറണ്ട് അസറ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ ആ കറണ്ട് അസറ്റിൽ നിന്ന് ഏതിനൊക്കെ മാറ്റി നിർത്തിയാലാണ് ക്യുക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീപെയ്ഡ് എക്സ്പെൻസും ഇൻവെൻ്ററി മാറ്റി നിർത്തിയാൽ എന്തായി? ക്യുക്ക് അസറ്റായി കേട്ടോ. ക്യുക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്, 2 പേരിലും ക്യുക്ക് റേഷ്യോ എന്നും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് മാറ്റി നിർത്തുക? ഇൻവെൻ്ററി, പ്രീപെയ്ഡ് എക്സ്പെൻസസും കറണ്ട് അസറ്റിൽ നിന്ന് കുറച്ചിട്ട് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് ഇട്ടാലും ഇക്വേഷനായി. ഒന്നും കൂടി പറയാം, ഇതിൻ്റെ വേറൊരു ഇക്വേഷൻ ക്യുക്ക് റേഷ്യോ ഈക്വൽസ്, ക്യുക്ക് റേഷ്യോ തന്നെയാണ് കേട്ടോ ലിക്വിഡ് റേഷ്യോ, ഈക്വൽസ് കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻ്ററി മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതിൻ്റെ ഒരു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവെൻ്ററിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിനെയും കുറയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ അവർ നിയർ ഫ്യൂച്ചറിൽ ലിക്വിഡ് ആക്കാൻ പറ്റില്ല, പെട്ടെന്ന് കാശാക്കാൻ പറ്റില്ല പ്രീപെയ്ഡ്. കാരണം പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് കാശാക്കാൻ പറ്റുമോ? അത് മുമ്പ് കൊടുത്തതല്ലേ, അടുത്ത വർഷത്തേക്കുള്ളത് പേയ്മെൻറ്റ് നടത്തിയതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് ലിക്വിഡ് ആക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ അത് കാരണമാണ് ഇൻവെൻ്ററിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിനെയും അതിന്ന് കുറച്ചിട്ട് വേണം കറണ്ട് ലയബിലിറ്റീനായിട്ട് ഡിവൈഡ് ചെയ്യാനെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റേഷ്യോ, അതായത് ക്യുക്ക് റേഷ്യോ വളരെ ഹയർ ആണെങ്കിൽ ഈ കമ്പനിയുടെ അക്കൗണ്ടിങ് ലയബിലിറ്റിയും ഹൈ ആയിരിക്കും. ദ ഹയർ ദ റേഷ്യോ ദ ഗ്രേറ്റർ ദ കമ്പനീസ് അക്കൗണ്ടിങ് ലിക്വിഡിറ്റി എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഹെൽത്തി കമ്പനി വേണമെങ്കിൽ 1:1 മുകളിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഹെൽത്തി കമ്പനി ആവണമെങ്കിൽ 1:1 മുകളിലായിരുന്നാൽ മാത്രമേ ഹെൽത്തി കമ്പനിയായിട്ട് പരിഗണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ആണ് കേട്ടോ. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഇത് ക്യാഷ് പൊസിഷൻ ഓഫ് എ കൺസേൺ, അതും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരുന്നോളൂ. ഇറ്റ് ഷോസ് ദ ക്യാഷ് പൊസിഷൻ ഓഫ് എ കൺസേൺ. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരും, തീർച്ചയായിട്ടും ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാഷ് പൊസിഷൻ റേഷ്യോ എന്നും അറിയപ്പെടും. ഐഡിയലായത് 0.5:1 ആണ് ഐഡിയലായിട്ട് പറയുന്നത് കേട്ടോ. അത് കാണാം ആബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്കിനിയിപ്പോൾ വലിയൊരു ടോപ്പിക്കായിട്ട് എടുക്കാനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ നമുക്ക് എക്സാമിന് മുമ്പേ ഇത്രയും വലിയ ടോപ്പിക്ക് നമുക്ക് എടുത്ത് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഉറപ്പില്ല അല്ലേ. അപ്പോൾ മാക്സിമം പോയിന്റുകൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക കേട്ടോ. നിങ്ങൾ എക്സാമിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിലും മടി വിചാരിക്കാതെ
വ്യക്തമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഈ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾക്കത് അടുത്ത എക്സാമിന് ഗുണം ചെയ്യും. എല്ലാവർക്കും ഉള്ള ഡൗട്ടുകളാണ് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന്. നോട്ട്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ തന്നെ മാക്സിമം ടൈം എടുത്ത് മാക്സിമം നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അത് നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. IFCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം കേട്ടോ. IFCIയുടെ ചോദിച്ചിട്ടുണ്ട്, മുംബൈ ആണോ, കൽക്കട്ടയാണോ, ന്യൂഡൽഹി ആണോ, അതോ ഇവയിൽ ഏത്, നൺ ഓഫ് ദീസ് ആണോ എന്ന് കേട്ടോ. അപ്പോൾ ഏതാണ്? ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം കേട്ടോ. ജൂലൈ 1, 1948 കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂഡൽഹിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IFCI ന്യൂഡൽഹിയാണ് ആസ്ഥാനം. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ് കേട്ടോ IFCI. ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലോങ് ടേം കൊടുക്കാനാണ് IFCI പ്രധാനമായിട്ടുള്ളത്. ജൂലൈ 1, 1948 ഫോം ചെയ്തത്. ജൂലൈ 1, 1948 അണ്ടർ ദ ഗവൺമെൻറ് ആണ് കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല അല്ലേ. അത് ടോട്ടൽ ഡെപ്റ്റും ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് കേട്ടോ. ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അതാണ് എന്ത്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കടവും പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും തമ്മിലുള്ള ബന്ധം കാണിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ IFCIയുടെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ജൂലൈ 1, 1948. ഇപ്പോൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്. അത് അറിയാവുന്ന ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റിൻ്റെ ഫീൽഡിൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദ്യം. അതിൽ നമുക്ക് ഡൗട്ടേ ഇല്ല അല്ലേ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI ആണ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ IDBIനെ കുറിച്ച് പറയുകയാണെങ്കിൽ IDBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. IDBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പെക്സ് ബോഡി ഇൻ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഇൻ ഇന്ത്യ, അതാണ് IDBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1964 കേട്ടോ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964 അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് ആസ് എ വോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI ആയിട്ടാണ് നിലവിൽ വരുന്നത് 1964. ഓക്കെ, പിന്നെ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ICICIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഏത് വർഷമാണ് ICICI? ആദ്യം 1955 വലിയൊരു കോർപ്പറേഷനായിട്ടാണ് തുടങ്ങിയത് അല്ലേ. വേൾഡ് ബാങ്കിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് 1955 തുടങ്ങിയത്. പിന്നെ HDFCനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുംബൈ തന്നെയാണ് HDFCയുടെയും ആസ്ഥാനം കേട്ടോ. ഓഗസ്റ്റിൽ 1994 തുടങ്ങിയത്. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 30/8/1994 HDFC ബാങ്ക് തുടങ്ങിയത്. പിന്നെ HDFC ബാങ്കിൻ്റെ ടാഗ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് എന്നാണ് HDFCയുടെ ടാഗ് ലൈൻ കേട്ടോ. എന്താ ടാഗ് ലൈന്? വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. ICICIക്ക് ഒരു ഹിന്ദി ടാഗ് ലൈനാണുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ഉണ്ട് എന്നുള്ളൊരർത്ഥത്തിലുള്ള ഒരു ഹിന്ദി ടാഗ് ലൈനാണ് കേട്ടോ. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്നറിയില്ല. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തില്ല. ഓക്കെ, അടുത്തത് പറയുന്നത് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് പേപ്പർ ചെക്കാണ് കേട്ടോ. ഇലക്ട്രോണിക് ഇമേജ് ഓഫ് പേപ്പർ ചെക്ക് എന്താണെന്നാണ്. അപ്പം ഓപ്ഷൻസ് നോക്കാം. ട്രങ്കേറ്റഡ് ചെക്കാണോ, സ്പെസിമെൻ ചെക്കാണോ, MICR ചെക്കാണോ, നൺ ഓഫ് ദീസ് ആണോ എന്നാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് പേപ്പർ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രങ്കേറ്റഡ് ചെക്കാണ് അല്ലേ. ട്രങ്കേറ്റഡ് ചെക്കാണ് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് ചെക്ക്. ഇപ്പം ചെക്കുകളൊക്കെ പണ്ടത്തെ പോലെ, പണ്ട് ഒരു ബാങ്കിൽ നിന്ന് മറ്റേ ബാങ്കിലേക്ക് കളക്ഷന് വേണമെങ്കിൽ എത്തിക്കണമായിരുന്നു. എത്തിച്ചാൽ മാത്രമല്ലേ നടക്കുള്ളൂ. അപ്പോൾ അതിപ്പോൾ ദൂരം വഴിയാണെങ്കിൽ എന്ത് ചെയ്യും? ദൂരം വഴിയാകുമ്പോൾ കുറേ ടൈം കൺസ്യൂമിങ് ഉണ്ട്. പിന്നെ അതുപോലെ ചിലവും കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പോം വഴിയായിട്ടാണ് ഈ ട്രങ്കേറ്റഡ് ചെക്ക് എന്ന സംവിധാനം വന്നത്. അപ്പോൾ അത് വന്ന ശേഷം എന്തായി? സംഭവങ്ങളൊക്കെ എളുപ്പമായില്ലേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോൾട്ടുകളും കുറയും, തെറ്റുകൾ സംഭവിക്കുന്നതും കുറയും, എളുപ്പത്തിൽ പ്രവർത്തനം നടക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ട്രങ്കേറ്റഡ് ചെക്ക് എന്ന സംവിധാനം വളരെ പെട്ടെന്ന് പോപ്പുലറായി. പിന്നെ RBI അത് പ്രധാനമാണ്, ചെയ്യണം എന്ന ഒരു
ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരും ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ചെക്ക് ട്രങ്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മിറ്റീനെ വെച്ചിരുന്നു. അത് രംഗരാജനാണ്. ചെക്ക് ട്രങ്കേഷൻ ഫോർ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ കമ്മിറ്റി ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രംഗരാജൻ കമ്മിറ്റിയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം ഫോർ ടെക്നോളജിക്കൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടിട്ട് വാസുദേവൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി കൂടി ഉണ്ട്. ചോദിച്ച് കണ്ടിട്ടില്ല അത് രണ്ടും, പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ഒരു ഓൺലൈൻ ഇമേജ് ബേസ്ഡ് ഫാസ്റ്റർ ചെക്ക് ക്ലിയറിംഗ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. ഓൺലൈൻ ഇമേജാണ് പോകുന്നത്, ചെക്കിൻ്റെ ഓൺലൈൻ ഇമേജാണ് അയക്കുന്നത്. അതുമൂലമാണ് എന്ത് നടക്കുന്നത്, പ്രോസസ്സിംഗ് ക്ലിയറിംഗ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം പൈലറ്റ് ബേസിസിൽ 10 ബാങ്കുകളിൽ ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് 2008 കേട്ടോ. ഫെബ്രുവരി 1, 2008 തുടങ്ങുന്നത്. പിന്നെ ചെന്നൈയിൽ 2011 ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം അത് പതുക്കെ എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 1/2/2008. പിന്നെ ചെന്നൈയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 2011 കേട്ടോ. അപ്പം 2 വർഷം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഇമേജിനെ, ഈ ഫിസിക്കൽ പേപ്പർ, അതായത് ഫിസിക്കൽ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ചെക്കിൻ്റെ ഒറിജിനൽ ചെക്ക്, അതിൻ്റെ ട്രങ്കേറ്റഡ് ഫോമിനെ പറയുന്നതാണ് എന്ത്, ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആരാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രങ്കേറ്റ് ചെയ്യുന്നത് കളക്ട് ചെയ്ത ബാങ്ക്, അല്ലെങ്കിൽ പ്രസൻറ്റിങ് ബാങ്ക്, അല്ലെങ്കിൽ ഒരു ക്ലിയറിങ് ഏജൻറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ക്ലിയറിങ് ഹൗസ് ഉണ്ടാവുമല്ലോ, അവരാണ് ഈ ട്രങ്കേഷൻ നടത്തുന്നത്. ആർക്ക് ട്രങ്കേറ്റ് ചെയ്യും, പേയിങ് ബാങ്കിനോ അല്ലെങ്കിൽ ഡ്രോയിയുടെ ബാങ്കിനോ ആണ് അത് ട്രങ്കേറ്റ് ചെയ്യുന്നത്. ട്രങ്കേറ്റഡ് ടു പേയിങ് ബാങ്ക് അല്ലെങ്കിൽ ഡ്രോയി ബാങ്ക്. അപ്പം ഈ ചെക്ക് ട്രങ്കേറ്റ് ചെയ്യുന്നത് കളക്റ്റിംഗ് ബാങ്ക് അല്ലെങ്കിൽ പ്രസൻറ്റിംഗ് ബാങ്ക്, ക്ലിയറിങ് ഹൗസ്. അത് കഴിഞ്ഞിട്ട് ഈ ട്രങ്കേറ്റഡ് ചെക്ക് പേയിങ് ബാങ്കിൻ്റെ കയ്യിൽ തന്നെയാണ് വെക്കുക. ഓക്കെ, പേയിങ് ബാങ്കിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഡ്രോയിയുടെ ബാങ്കിൽ ട്രങ്കേറ്റഡ് ചെക്ക് കെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ ഇമേജ് അത് ട്രങ്കേറ്റ് ചെയ്ത് വെക്കും. ആഫ്റ്റർ ട്രങ്കേഷൻ ഫിസിക്കൽ പേപ്പർ ചെക്ക്, അതായത് ട്രങ്കേറ്റ് ചെയ്ത ഫോം അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ആഫ്റ്റർ ട്രങ്കേഷൻ ദ ഫിസിക്കൽ പേപ്പർ ചെക്ക് ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ ബാങ്ക് അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ്. ആരാണോ ട്രങ്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയറിംഗ് ഹൗസിൻ്റെ കയ്യിലാണ് അത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഈ ഫിസിക്കൽ ചെക്ക് 10 വർഷം സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. സേഫ്ലി ഫോർ 10 years ബൈ ദ ബാങ്കോ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് ദാറ്റ് ട്രങ്കേറ്റ് ദാറ്റ് ചെക്ക്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് അല്ലേ. എത്ര കാലം സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം അവരത് സൂക്ഷിച്ചു വെക്കണം. ഒന്നെങ്കിൽ ആ ബാങ്ക് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് സൂക്ഷിക്കണം. ക്ലിയറിംഗ് ഹൗസിൽ കൊണ്ടുവന്ന് ക്ലിയറിംഗ് ഹൗസാണ് അത് സൂക്ഷിക്കുക കേട്ടോ. ഒന്നെങ്കിൽ കളക്റ്റിംഗ് ബാങ്ക്, അതായത് അയച്ച ബാങ്ക് അല്ലെങ്കിൽ പ്രസൻറ്റിംഗ് ബാങ്ക് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അത് പിന്നെ ഇതെന്താണ് ഇതുകൊണ്ട് ബെനഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ബെനഫിറ്റ്സ്? ബെനഫിറ്റ്സ് എന്താ വെച്ചാൽ ബെറ്റർ കസ്റ്റമർ സർവീസാണ്. കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കല്ലേ. ഓപ്പറേഷണൽ ബെനഫിറ്റും ഉണ്ട്, ലെസ്സർ കോസ്റ്റുമാണ്, ഫ്രോഡിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബെനഫിറ്റ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ, പ്രധാന ബെനഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെക്ക് ട്രങ്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. 2008 ആദ്യത്തെ പൈലറ്റ് ബേസിസ് ആയിട്ട് എവിടെയാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് തുടങ്ങിയത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നമ്മൾ പറഞ്ഞു, രംഗരാജൻ, ചെക്ക് ട്രങ്കേഷൻ ഫോർ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷനും പ്രോഗ്രാം ഫോർ ടെക്നോളജിക്കൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വാസുദേവൻ കമ്മിറ്റീനെയും പറഞ്ഞു. പിന്നെ രണ്ടാമത് ചെന്നൈയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് 2011 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ട്രങ്കേറ്റഡ് ചെക്കുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്ട്സ് ഡാഷ് ഓഫ് ദ ചെക്ക്. ചെക്കിൻ്റെ എന്തിനെയാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്തിനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്താണെന്ന് നോക്കാം. നെഗോഷ്യബിലിറ്റീനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ചെക്കിൻ്റെ നെഗോഷ്യബിലിറ്റീനെയാണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് 123 സെക്ഷൻ 123, 124 അതായത് NI ആക്ടിൽ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ പറയുന്നുണ്ട് കേട്ടോ. 123, 124 പറയുന്നുണ്ട്
ഈ ഒരു നോട്ട് നെഗോഷ്യബിൾ എന്ന ക്രോസിങ്ങിൽ വേർഡ് വെക്കുമ്പോൾ തന്നെ അത് അങ്ങനെ വെച്ചതാണ് എന്ത് യൂസ് ഓഫ് വേർഡ് വെക്കുന്നതാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് ട്രാൻസ്ഫറബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫറബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല. നോട്ട് അഫക്റ്റ് ദ ട്രാൻസ്ഫറബിലിറ്റി. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സുഖമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് ഇറ്റ് കിൽസ് ദ നെഗോഷ്യബിലിറ്റി. പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് നോട്ട് നെഗോഷ്യബിൾ എന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഈ ചെക്കിന് ഈ ഒരു ട്രാൻസ്ഫറിക്ക് ഡസ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദ ട്രാൻസ്ഫറർ എന്ന് സെക്ഷൻ 130 NI ആക്ടിൽ 130 പറയുന്നുണ്ട്. അയാൾക്കൊരു ട്രാൻസ്ഫറിക്ക് ഒരു ബെറ്റർ ടൈറ്റിൽ കിട്ടില്ല. ഇതൊരു വാർണിംഗ് ആണ് ഹോൾഡർക്ക്. ഇങ്ങനെ ഒരു ചെക്ക് വാങ്ങിക്കുന്ന ഒരാൾക്കുള്ളൊരു വാർണിംഗ് ആണ് ഹോൾഡർക്ക്, അല്ലെങ്കിൽ എൻഡോസിക്ക്, അല്ലെങ്കിൽ പേയ്ക്ക്, ആർക്കാണോ ലഭിക്കുന്നത് അവർക്കൊരു വാർണിംഗ് ആണ്. എന്ത്? ഇതിന് ട്രാൻസ്ഫറബിലിറ്റി മാത്രമേ ഉള്ളൂ, നെഗോഷ്യബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫറിക്ക് ഡസ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദ ട്രാൻസ്ഫറർ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രൂ ഓണർ, ചെക്കിൻ്റെ ട്രൂ ഓണർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ട്രൂ ഓണർക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ നോട്ട് നെഗോഷ്യബിൾ എന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 130 പറയുന്നുണ്ട്, 123 124 പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റുകളും ഈ പോയിന്റുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? നെഗോഷ്യബിലിറ്റി എന്നാണ് പറയണത്. ട്രാൻസ്ഫറബിലിറ്റീനെ ബാധിക്കുന്നില്ല, പക്ഷേ നെഗോഷ്യബിലിറ്റീനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. നെഗോഷ്യബിലിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ടതാണ്. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഓംബുഡ്സ്മാൻ ആണോ, ക്രിമിനൽ കോർട്ടാണോ, സിവിൽ കോർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സിവിൽ കോർട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഗാർണിഷി ഓർഡർ ആര് ഇഷ്യൂ ചെയ്യുന്നതാണ്? സിവിൽ കോർട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, 1,00,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന്. പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല, കൊടുക്കാൻ ഉദ്ദേശം എനിക്കില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾ അറിയാണ് എൻ്റെ പേരിൽ 1,00,000-ൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു 5,00,000 രൂപ ഒരു ബാങ്കിൽ FD കിടപ്പുന്നുണ്ടെന്ന് അയാൾക്കറിയാം. എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ കൊടുക്കാത്തതാണ്, ഞാനിങ്ങനെ ഓരോ ഒഴിവ് പറഞ്ഞ് അയാളെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾക്ക് മനസ്സിലാവും ഇയാളെ കാശ് കിട്ടാൻ പോടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ട്, ഇന്ന ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്നും അവിടെ എനിക്ക് പൈസ ഉണ്ടെന്നും അയാൾ എങ്ങനെയെങ്കിലും അറിയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ നേരെ കോടതിയെ സമീപിക്കുകയാണ് കേട്ടോ. കോടതിയെ സമീപിച്ചിട്ട് ഇയാൾ കോടതിയോട് പറയുകയാണ്, ഇന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ അതിന് പ്രസൻറ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഉണ്ടായിരിക്കും, ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ സിവിൽ കോടതിയിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം, എനിക്കൊരു അവാർഡ് തരണം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി പുറപ്പെടുവിക്കണം എനിക്കെതിരെ. എന്താണ് പറയേണ്ടത്? എൻ്റെ ബാങ്കായി ഇന്ന ആൾ, ഇപ്പോൾ ഏത് ബാങ്കിൽ, ഇപ്പോൾ SBIയിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ SBIയിൽ നിന്ന് അയാൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ കിട്ടാനുള്ള തുക എനിക്ക് നേടിത്തരണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരു ഫയൽ ചെയ്യുന്നു. അപ്പോൾ കോടതി എന്ത് ചെയ്യും? കോടതി ആദ്യം കേൾക്കിന് ശേഷം ഇതിൽ ജെനുവിനിറ്റി ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ബാങ്കിൽ ഒരു എൻക്വയറി നടത്തും അല്ലേ. അപ്പോൾ ബാങ്കിൽ എൻക്വയറി നടത്തുമ്പോൾ ശരിയാണ്, എനിക്ക് 5,00,000 രൂപ എൻ്റെ കയ്യിൽ പൈസ അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശമില്ല. അപ്പോൾ കോടതി എന്ത് ചെയ്യും? കോടതി ആരോടാണ് പറയുക? ബാങ്കിനോടാണ് പറയുക കേട്ടോ. ബാങ്കിനോട് പറയും എൻ്റെ അക്കൗണ്ടിൽ നിന്നും കാശ് ആർക്ക് കൊടുക്കാൻ? കോടതിക്ക് തരാം. പിന്നെ കോടതി മുഖാന്തരമാണ് അത് സെറ്റിലാക്കുക കേട്ടോ. അപ്പോൾ കോടതിയിലേക്ക് അടയ്ക്കാൻ പറയും, കോടതി മുഖാന്തരം അത് സെറ്റിലാക്കി തരും. അപ്പോൾ അതാണ് ഈ ഗാർണിഷി ഓർഡർ. ആ ഓർഡറാണ് ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഏതൊക്കെ പാർട്ടികളുണ്ട് എന്ന് നോക്കണം അല്ലെ. ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഗാർണിഷി ഓർഡറിൽ ആരാണ് ഗാർണിഷി എന്ന് വെച്ചാൽ, ഗാർണിഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കാണ് കേട്ടോ. കടക്കാരൻ്റെ ബാങ്കാണ് ഗാർണിഷി. അങ്ങേർക്കാണല്ലോ ഈ ഒരു ഓർഡർ കിട്ടുക. അതുകൊണ്ട് ഗാർണിഷി എന്ന് വയ്ക്കുന്നത് ആരാണ്? കടക്കാരൻ്റെ ബാങ്ക്, ഡെപ്റ്റർ ഓഫ് ദ ഡെപ്റ്റർ അല്ലേ, അങ്ങനെ പറയാം. അതായത്
ഡെപ്റ്റർ ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ എന്ന് പറയാം ആ ഒരു കടക്കാരൻ്റെ. അപ്പോൾ ആ കടക്കാരൻ്റെ ബാങ്കിനാണ് ഇവിടെ ഗാർണിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കടക്കാരൻ്റെ ബാങ്ക് എന്ന് വെച്ചാൽ ഇവിടെ ആരാണ്? ഞാനാണ് അല്ലേ. എൻ്റെ ബാങ്കാണ് SBI ആണ് ഇവിടെ ഗാർണിഷി ആയിട്ട് വരുന്നത്. പിന്നെ ഞാനാണ് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ. കാരണം ഞാനാണ് എനിക്കെതിരെയാണ് ഈ ഒരു ഡിഗ്രി കിട്ടിയിട്ടുള്ളത്, ഞാനാണ് കാശ് കൊടുക്കാത്തത്. പിന്നെ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആരാണ്? എനിക്കെതിരെ ഞാൻ കടം വാങ്ങിയ ആൾ, അയാളാണ് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയാളുടെ പൈസയാണ് ഞാൻ കൊടുക്കാതെ അയാളെ പറ്റിക്കണം അല്ലേ. ഓക്കെ. പിന്നെ കോമ്പീറ്റൻറ്റ് കോർട്ടുണ്ട്, അത് സിവിൽ കോർട്ടാണ്. ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന കോർട്ടാണ് ഇവിടെ, സിവിൽ കോർട്ടാണ് ഓർഡർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടികളും ഈ ഒരു കാര്യവും ഇതാണ് കേട്ടോ. അപ്പോൾ കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പമായി. പിന്നെ ഈ ഗാർണിഷി ഓർഡർ ഏതൊക്കെ കേസസിലാണ് ഇഷ്യൂ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് എന്ന് കുറേ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ് അത്. അപ്പോൾ അത് ഇത്തിരി കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വരും ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വരുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വരും ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും റിലേറ്റഡ് ഫാക്ട്സ്, ക്വസ്റ്റ്യൻസ് കുറവാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പക്ഷേ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് കൂടുതൽ കണ്ടെത്തി പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത്രയും കൂടി നല്ല ക്ലാസ്സസ് ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്നായി നമ്മൾ എഫക്റ്റീവായി പഠിക്കുക കേട്ടോ. നമുക്ക് കഴിയാവുന്ന എല്ലാ മാർഗത്തിലും നമ്മൾ പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വഴിയെ തേടി വരും. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.